നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫിനിക്സ് സ്മാർട്ട് 6. ഈ ഫോണ് ഒരു ബയോളജി ഫോണാണ്. അത് ഞാൻ എന്തെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആൻഡ് വൺസ് അഗെയിൻ നമ്മുടെ ഇൻഫിനിക്സ് കുതിരയുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ഇതാ വീണ്ടും പഴയതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുറകിലായിട്ട് കുറേ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നമുക്ക് ഈ ഡിവൈസ് നോക്കാം. കാരണം ഈ ഡിവൈസിൽ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാനായിട്ട്. പണ്ട് ബയോളജി ക്ലാസ്സിലൊന്നും കയറിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ബയോളജി ഫോണാണ്. അതായത് വേറൊരു ഫോണിൻ്റെ കുട്ടിയാണ്. ചുമ്മാ പറഞ്ഞു നമ്മൾ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ അൺബോക്സിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മടുക്കും. ഒന്നുമില്ല, പെട്ടി ഇങ്ങനെ സെയിം രീതിയിൽ തന്നെയാണല്ലോ അവരുണ്ടാക്കണേ. ഓക്കെ, ബോക്സിൻ്റെ അകത്ത് വരുന്നത് യൂസർ മാനുവല്, മൈക്രോ USB കേബിള്, അതുപോലെ തന്നെ ഒരു ചാർജിങ് ഡോക്ക് കിട്ടുന്നുണ്ട്. സന്തോഷം, നന്നായി, താങ്ക് യു. ആൻഡ് ഇതിനകത്ത് ആദ്യം തന്നെ എൻ്റെ മനസ്സ് പഠിപ്പിച്ചത്, ഇവരുടെ കഴിഞ്ഞ വട്ടം നമ്മൾ ചെയ്ത ഫോണിൻ്റെ അകത്ത് 8000 രൂപ ആ ഫോണിൻ്റെ വിലയുള്ളൂ. എന്നാലും അതിൻ്റെ അകത്ത് ഒരു ടൈപ്പ് C കേബിൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് അവന്മാർ അതിൽ മുക്കി മൈക്രോ USB ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫോൺ ഇതാ കയ്യിലിരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്യണേ. ഇതാണ് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 6 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്നേ വരെ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ അൺബോക്സ് ചെയ്തിട്ടും ഇങ്ങനെ ഒരു സാധനം അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് ഒരു ആൻറ്റി ബാക്ടീരിയൽ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഫോൺ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ഒരു സ്മാർട്ട് ഫോണിൽ ആൻറ്റി ബാക്ടീരിയൽ ബയോളജി, ഓ മൈ ഗോഡ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തായിട്ട് സിൽവർ അയോൺസ് ഉണ്ട്. ഈ സിൽവർ അയോൺസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ബാക്ടീരിയ വന്നിരിക്കുമല്ലോ, അതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യും. എന്നിട്ട് അതായത് ശ്വാസകോശത്തെ അഫക്റ്റ് ചെയ്തിട്ട് ആ ഒരു സെല്ലിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനും സെൽ ഡിവിഷൻ സംഭവിക്കാതിരിക്കാനും ഉള്ള സ്റ്റേജിലാക്കും. അങ്ങനെ അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഇങ്ങനെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. എനിക്കിതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. 10ാം ക്ലാസ്സിൽ ബയോളജിക്ക് എനിക്ക് മൊട്ടയുമായിരുന്നു. ഈ ഫോണിൻ്റെ അട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ബ്രോക്കറും കാണാനായിട്ട് പറ്റും. മൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോ എടുത്തിട്ടുണ്ട്. അതായത് 3.5mm ഓഡിയോ ജാക്കിൻ്റെ പോർട്ട്, മൈക്രോ USB പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്പീക്കർ വെൻസ് ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സിം ഡ്രൈവ് വരുന്നത്. ഏറ്റവും ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ക്യാമറ എന്ന് തോന്നിക്കുന്ന ഡുവൽ ക്യാമറ സെറ്റപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് റീഡറും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിക്സ് സ്മാർട്ട് 6ന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.6 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. അതൊരു 720p ഡിസ്പ്ലേ ആണ്. പക്ഷേ ഞാൻ റിവ്യൂ ചെയ്തതിൽ ഫാർ ബെറ്റർ ആണ് ഇൻഫിനിക്സിൻ്റെ 720p ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ അവർ കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതായത് അത്ര മോശം ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാനായിട്ട് പറ്റില്ല. ഇൻഫിനിക്സ് പൊതുവേ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ ഡിസ്പ്ലേസ് ചിലപ്പോൾ റെസൊല്യൂഷൻ കുറവായിരിക്കും, എന്നാൽ കൂടി അതിൻ്റെ കളേഴ്സ് കുറച്ച് എടുത്ത് ഇരിക്കുന്ന രീതിയിലാണ് അവർ കാലിബ്രേറ്റ് ചെയ്യുന്നത്. നൈസ് ജോബ്. അത് ഉള്ളതുപോലെ പറയും, നമ്മൾ വേറെ തരത്തിൽ പൊക്കി പറയുന്നതൊന്നുമല്ല. ഡിസ്പ്ലേ ഇറ്റ്സ് ഗുഡ്. അതിൻ്റെ റെസൊല്യൂഷൻ, ഇനി ഞാൻ ഒരു കാര്യം പറയാം, കുറേ പേര് ഇപ്പോൾ വരും 720p മാത്രമേ ഉള്ളൂ, 1080p ഇല്ല, 4K ഇല്ല, 8K ഇല്ല, ഡോൾബി അറ്റ്മോസ് ഇല്ല. ഇതിൻ്റെ പ്രൈസ് വെച്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഇതിൻ്റെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പല ഫോണിനെയും വെച്ച് നോക്കുന്ന സമയത്ത് ഫാർ ബെറ്റർ ആണ് ഇൻഫിനിക്സ് സ്മാർട്ട് 6. ഞാൻ ഇപ്പം മെൻഷൻ ചെയ്തേ ഉള്ളൂ. 2 GB റാമും അതുപോലെ തന്നെ 1 GB വിർച്വൽ റാമുമാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു 3 GB റാമാണ് ഈ ഫോണിൻ്റെ അകത്ത് ടോട്ടലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററിയാണ്. ഇതിനകത്ത് ഇൻഫിനിക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ജസ്റ്റ് ഫോണ് ഓണായിട്ട് വെറുതെ ഇരിക്കുകയാണ്, അതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സും നടക്കുന്നില്ല. സ്റ്റാൻഡ് ബൈ ആയിട്ടിരിക്കുന്ന സമയത്ത് 60 ദിവസം വരെ ഇത് പോവും. അതുപോലെ തന്നെ നിങ്ങൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ 153 മണിക്കൂർ ഇത് വർക്കാവും. 32 മണിക്കൂർ മെസ്സേജ് ചെയ്യാനായിട്ട് പറ്റും, അതായത് വാട്സപ്പ് ചെയ്യാനായിട്ട് പറ്റും. 54 മണിക്കൂർ നിങ്ങൾക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റും. 29 മണിക്കൂർ നിങ്ങൾക്ക് ഗെയിം ചെയ്യാനായിട്ട് പറ്റും. 20 മണിക്കൂർ നിങ്ങൾക്ക് വീഡിയോ കാണാൻ, അതായത് സിനിമ കാണാനായിട്ട് പറ്റും എന്നാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു 5000 mAh ബാറ്ററിയെ കുറിച്ചിട്ട് ഇൻഫിനിക്സ് പറയുന്നത്. അത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ റെസൊല്യൂഷൻ കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് ബാറ്ററി ഇതെടുക്കില്ല. പിന്നീട് IPS LCD ആയതുകൊണ്ട് തന്നെ ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പാനലാണ്. അതുകൊണ്ട്
മേക്ക് സെൻസ്. 8 മെഗാ പിക്സലിൻ്റെ ഒരു ഡുവൽ ക്യാമറയും ഫ്രണ്ടിൽ നമുക്കൊരു 5 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറുമാണ് കിട്ടുന്നത്. ഇതിൻ്റെ സെൽഫി പെർഫോമൻസ്, ക്യാമറ പെർഫോമൻസ് ഒന്നും ഞാനിപ്പോൾ കാണിക്കില്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ ഡീറ്റെയിൽഡ്, വളരെ ഡീപ്പായിട്ടുള്ള, കിടിലം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, അതായത് ഊർന്നിറങ്ങിയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യാം. നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ റിവ്യൂ ഇടുന്നുള്ളൂ. MediaTek Helio A22 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 64-bit ക്വാഡ് കോർ പ്രൊസസ്സറാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഭയങ്കര ഹൈ ലെവൽ ഗെയിമിംഗ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ബട്ട് കാഷ്വൽ ഗെയിംസ് എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണിത്. പിന്നീട് എടുത്ത് പറയുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് DTS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് Android 11 ആണ് നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത്. ഇനി ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. അതായത് എന്തെങ്കിലും ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിരുന്ന് കൊണ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു കമ്പാരിസൺ, അതായത് വേറെ ഒന്നുമല്ല, ഇതേ കാറ്റഗറിയിലുള്ള, അതായത് ഇതിൻ്റെ കോമ്പറ്റീഷനിൽ നിൽക്കുന്ന കുറേ ഫോണുകൾ, Redmi 10A, അതുപോലെ തന്നെ Realme C11, പിന്നീട് Realme Naso 50 ആയി. അപ്പോൾ ഇത്രയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ Infinix Smart 6ലുള്ള കുറച്ച് പ്രോസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. കാരണം ബാക്കി 3 ഫോണുകൾക്കും 6.5 ഇഞ്ചാണ്, ഇതിന് ഒരു 0.1 ഇഞ്ച് കൂടുതൽ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, അതായത് 6.6 ഇഞ്ച് കിട്ടുന്നുണ്ട്. മറ്റ് 3 ഫോണിനും 400 നിറ്റ്സ് ആണ് മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മുടെ Infinix Smart 6ന് 500 നിറ്റ്സ് വരെ പോകുന്നുണ്ട്. പിന്നീട് ഇനി ക്യാമറ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു ഡുവൽ LED ഫ്ലാഷോട് കൂടി വരുന്ന ക്യാമറയാണ് Smart 6നുള്ളത്. എന്നാൽ നമ്മുടെ Redmi 10Aക്ക് 13 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ക്യാമറയാണ് Realme C11 വരുന്നത്. പിന്നീട് 8 മെഗാ പിക്സൽ തന്നെയാണ് Naso 50iക്ക് വരുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 4 ഡിവൈസുകൾക്കും 5 മെഗാ പിക്സൽ തന്നെയാണ്. ഇനി ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ Redmi 10Aക്ക് ഒരു പൊടിക്ക് കൂടുതലാണ്. കാരണം 5020 mAh ആണ് Redmi 10Aയുടെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം 5000 mAh. പിന്നെ OS നോക്കിക്കഴിഞ്ഞാൽ Android 11 ആണ് ഇതിനകത്ത് കറൻ്റ്ലി റണ്ണായി വരുന്നത്. പക്ഷേ Realme C11 നോക്കിക്കഴിഞ്ഞാൽ Android 10 ആണ് കറൻ്റ്ലി. പിന്നെ ഡിസൈനിങ്ങിൽ ഇവരൊരു എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് ആൻറ്റി ബാക്ടീരിയൽ കോട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, സത്യമായിട്ട് അറിഞ്ഞൂടാ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോസിബിൾ ആണ്, അതുകൊണ്ടാണ് അവരതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കത് ഒരു സ്പെക്കായിട്ട് എടുത്ത് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എന്താണ് ഈ ആൻറ്റി ബാക്ടീരിയൽ ഡിസൈനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം? ആൻഡ് അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് പറയാൻ അറിയില്ല, കാരണം എനിക്ക് ബയോളജി അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഫിനിക്സിൻ്റെ Smart 6 എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ. ഈ ഒരു ഓവർവ്യൂയുടെ കൂടെ ഇങ്ങനെ ഒരു കമ്പാരിസൺ കൂടി കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. ടാറ്റാ.